നയത്തിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കലും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു കന്യാസ്ത്രീ യൂണിഫോം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കന്യാസ്ത്രീയുടെ അതേ വസ്ത്രത്തിൽ തന്നെ പോകുന്നു എന്നുള്ളത്. ഇവിടെയാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണ് ഇതുവരെ അംഗീകരിച്ചിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് സിഖുകാരിൽ മതവിശ്വാസമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് ടർബൻ ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിഖുകാർ പോലീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും അവരുടെ ക്യാപ്പ് ധരിക്കുന്നതിന് പകരം അതേ നിറത്തിലുള്ള ടർബൻ ധരിക്കുന്നതിന് അവർക്ക് അനുമതിയുണ്ട്. പല സംസ്ഥാനങ്ങളിലും സിഖുകാർക്ക് മോട്ടോർ വാഹന നിയമങ്ങളിൽ പോലും എക്സംഷൻസ് ഉണ്ട്. അതായത് മറ്റുള്ള എല്ലാ ആൾക്കാരും ഹെൽമെറ്റ് ധരിക്കണമെങ്കിൽ സിഖുകാർക്ക് പല സംസ്ഥാനങ്ങളിലും ഹെൽമെറ്റ് ധരിക്കണ്ട. കാരണം എന്താണ്? അത് മതപരമായിട്ടുള്ളവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ്. പക്ഷേ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിന്റെ അവസ്ഥ, അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു. ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല. പരക്കെ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും, ഇസ്ലാമിലുള്ളത് 5 കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത. അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതൊന്ന്. 2, 5 നേരം അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ERP. മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവർ നൊയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ERP. 4, ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണമെന്നുള്ള സക്കാത്താണ് 4-മത്തേത്. 5-മത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്. കർണാടകത്തിലെ ആ വലിയ അന്തിമ വിധി പുറപ്പെടുവിച്ചത് കർണാടക ഹൈക്കോടതി. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഭിന്ന വിധിയും വന്നിട്ടുണ്ട് ശ്രീജിത്ത്, അല്ലേ? അതെ, സുപ്രീം കോടതി ഭിന്ന വിധി വരികയും അതിനെ വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. പക്ഷെ ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്ല് ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്ല് ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിന് അറിയേണ്ടതാണ്. എന്നിട്ടും അത് അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇംഗിതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു. മുജീബ് റഹ്മാൻ, ഈ രാജ്യത്ത് ഇസ്ലാം മതം പാലിക്കുന്നതിന് വേണ്ടി അനുവാദമില്ല, അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന രീതിയിലാണല്ലോ താങ്കൾ അവതരിപ്പിച്ചത്. പക്ഷേ ഇക്കാര്യം ഈ ഒഴിച്ചുകൂടാനാവാത്ത മതാചാരത്തിൽപ്പെട്ടതാണ് വിശ്വാസികൾക്ക്. ഇതിൽ ഇഴകീറി മുറിച്ചുള്ള വാദങ്ങൾ നടന്നതിന് ശേഷമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അന്ന് വിധി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കേരള ഹൈക്കോടതി വിധി പോലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ജോർജ് മുണ്ടക്കയം SDPAയുടെ പ്രതിനിധിയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ശ്രീ ജോർജ് മുണ്ടക്കയം, SDPAയുടെ പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ടോ? അവിടെ ചെന്ന് ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചേ ആ വിദ്യാർത്ഥിനി അങ്ങോട്ട് വരികയുള്ളൂ, അതിനെ അനുവദിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കും എന്ന രീതിയിൽ ചില വീഡിയോകളുമൊക്കെ അതിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. SDPAയുടെ പങ്കാളിത്തം ഉണ്ടോ ഇക്കാര്യത്തിൽ? ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു അവസരം തന്നതിൽ നന്ദി പറയുകയാണ്. ഏതായാലും പാനലിസ്റ്റുകൾ രാജ്യത്തെ നിയമവ്യവസ്ഥയൊക്കെ മാനിക്കുന്നവരാണ്. അവർ ഹൈക്കോടതി വിധികൾ മറ്റു കോടതി വിധികളൊക്കെ ആവർത്തിച്ച് പറയുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം SDPA സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഞങ്ങൾ വളരെ കൃത്യമായി രാജ്യത്തെ ഭരണഘടനയ്ക്കൊപ്പവും നിയമവ്യവസ്ഥയ്ക്കൊപ്പവും നിൽക്കുന്നവരാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബിന്റെ പ്രശ്നം ജൂണില് നമ്മൾക്ക് എല്ലാവരും അറിയാവുന്നത് പോലെ ജൂണിലാണ് ഒരു അധ്യയന വർഷം ആരംഭിക്കുക. ഇത് ഒക്ടോബർ പകുതിയായി. ഈ സമയത്താണ് ഹിജാബ് ഒരു പ്രശ്നമായി വരുന്നത്. ഇതിലെ വെറുപ്പ് പ്രചരിപ്പിക്കാനുള്ള വലിയ സംഘടിതമായ വലിയ ശ്രമങ്ങൾ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. SDPA ഈ വിഷയത്തിൽ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹിജാബുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇത് ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല. ഈ രാജ്യത്ത് നിലവിലുള്ള ഇസ്ലാമോഫോബിയെ വലിയ തോതിൽ വളർത്താൻ ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അധികാരികളുടെ വലിയ പ്രശംസ പിടിച്ചു പറ്റാനും ഒക്കെയുള്ള നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ക്രിസ്ത്യൻ മുസ്ലിം വൈരത്തിലൂടെ അധികാരം പിടിക്കാനുള്ള ചില ആളുകളുടെ വളരെ ആസൂത്രിതമായ ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ഇത് ജൂണിൽ ക്ലാസ് തുടങ്ങിയതാണ്, പക്ഷേ ഒക്ടോബർ വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന്. അതിൽ സ്കൂൾ മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന വിശദീകരണം, അതുപോലെ തന്നെ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും
ഇതുവരെ ആ യൂണിഫോം പാലിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇങ്ങനെ ഹിജാബ് ധരിച്ചെത്തിയത് എന്നാണ്. അപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടിയോട് പറഞ്ഞു, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. അതിനുശേഷവും ആവർത്തിച്ചപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തി. ഇങ്ങനെ സംഭവം ഉണ്ടായത് സമീപകാലത്താണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ SDP-യുടെ പ്രവർത്തകരാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. കാരണം സ്കൂൾ മാനേജ്മെൻറ്റ് ആ രീതിയിലാണ് പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ടുള്ള PTA പ്രതിനിധിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. SDP ആണെന്ന് സംശയിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അത് കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞു ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണോ ഈ സമയത്ത് ഇത് ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന് വെച്ചാൽ അത് ഉയർത്തിക്കൊണ്ട് വന്നത് സ്കൂളുകാരല്ല എന്നാണ് ഈ പൊതുവെ രണ്ട് കൂട്ടരുടെ അഭിപ്രായം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. രണ്ടു കൂട്ടരല്ലല്ലോ ഇതിലുള്ളത്. മൂന്നാമത് പഠിക്കുന്ന കുട്ടി കൂടി ഇതിനകത്ത് കക്ഷിയാണല്ലോ. നിങ്ങളൊരു ചർച്ച നടത്തുമ്പോൾ ആ കുട്ടിയുടെ വേർഷൻ എന്താണ്, ആ കുട്ടിക്ക് പറയാനുള്ളത്? കുട്ടിയുടെ പിതാവുമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. കുട്ടിയുടെ പിതാവ് പറഞ്ഞ വെർഷൻ കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരുടെയും വെർഷൻ എടുത്തിട്ടാണ് പറയുന്നത്. കുട്ടിയുടെ പിതാവ് കൃത്യമായിട്ട് പറഞ്ഞു, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടിയുടെ വെർഷൻ ആ കുട്ടിയുടെ പിതാവിന്റെ വെർഷൻ തുല്യം തന്നെയാണ്. ആ കുട്ടിയുടെ പിതാവിന്റെ വെർഷൻ കൃത്യമായിട്ട് എടുത്തിരുന്നു ശ്രീ ജോർജ്. ഓക്കെ, ഇപ്പൊ നിലവിലത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാവുന്നതുപോലെ 2 മലയാളികളായ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ട ആക്രമണത്തിന് അടക്കം ഇരയായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നോക്കൂ, ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമാണ് ആ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ നിലപാടെടുത്തത്. മതപരിവർത്തന നിരോധന നിയമം അടക്കം ആ കന്യാസ്ത്രീകളുടെ മേലുള്ള സർവ്വ കുറ്റങ്ങളെയും പിൻവലിച്ച് നിരുപാധികം ആ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഏക പ്രധാന രാഷ്ട്രീയ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അതിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത ശ്രമങ്ങൾ നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അതിൽ പള്ളുരുത്തിയിലെ ഒരു സ്കൂളും കഥാപാത്രമാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിനെ വലിയ പ്രാധാന്യം കാണുന്നില്ല. നാടിന്റെ സമാധാനം, ആ അന്തരീക്ഷത്തിന് ക്ഷതമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും. ശരി, ശ്രീ ജോസ് ക്രിസ്റ്റഫർ സേവ്യർ, അങ്ങനെ ഒരു അജണ്ട അവിടെ നടപ്പാക്കുന്നുണ്ടോ? പള്ളുരുത്തി ഭാഗത്ത് അങ്ങനെ ഒരു അജണ്ടയുണ്ടോ? പള്ളുരുത്തിയിൽ മാത്രമല്ല, ഇത് പലയിടങ്ങളിലും ഉണ്ട് എന്ന രീതിയിലാണല്ലോ ശ്രീ SDP-യുടെ പ്രതിനിധിയായ ശ്രീ ജോർജ് മുണ്ടക്കയം പറയുന്നത്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? കഴിഞ്ഞ ഏപ്രിൽ 29-ന് എൻ്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലമുള്ള പള്ളിയിൽ രാത്രി 12 മണിക്ക് ശേഷം ചർച്ച് ബെല്ല് മുഴങ്ങുകയുണ്ടായി. ഞാൻ ഉടുത്ത വസ്ത്രത്തിനാൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടുത്ത വസ്ത്രത്തിനാൽ പുറത്തേക്ക് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചതിന് ശേഷം 2 പേര് സ്കൂട്ടറിൽ ഓടിപ്പോകുന്നതാണ് കണ്ടത്. അവർ കുറച്ചങ്ങോട്ട് മാറി ഒരു 100 മീറ്റർ കഴിഞ്ഞ് ആ ഓടുന്ന വെപ്രാളത്തിൽ ഒരു ഗേറ്റിന് കൊണ്ട് ഇടിക്കുകയും അവിടെ നിന്ന് വീഴുകയും തല പൊട്ടുകയും ചെയ്തു. അവസാനം അവരുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഈ വിഭാഗത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാരാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി.